കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ്. 2026 ജൂലൈ 9. പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഏറ്റവും പുതിയ വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. കേന്ദ്ര സർക്കാർ 3 പ്രധാന പോലീസ് സ്ഥാപനങ്ങളിൽ പുതിയ മേധാവികളെ നിയമിച്ചു. 1993 ബാച്ച് എ.പി.എസ് ഉദ്യോഗസ്ഥനായ അലോക് കുമാർ മിത്തലിനെ പോലീസ് ഗവേഷണ വികസന ബ്യൂറോയുടെ ബി.പി.ആർ.ആൻഡ്.ഡി ഡയറക്ടർ ജനറലായി നിയമിച്ചു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എൻ.സി.ആർ.ബി ഡയറക്ടറായി അമിത് ഗാർഗിനെയും സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി സുജീത് പാണ്ഡെയെയും നിയമിച്ചു. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് ഈ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. ഇന്ത്യയുടെ പാലം മനുഷ്യൻ എന്നറിയപ്പെട്ട ഗിരീഷ് ഭരദ്വാജ് 76-ാം വയസ്സിൽ കർണാടകയിലെ സുള്ളിയിൽ അന്തരിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറായ അദ്ദേഹം വിദൂര ഗ്രാമങ്ങളെ സ്കൂളുകളും ആശുപത്രികളും ചന്തകളുമായി ബന്ധിപ്പിക്കാൻ കുറഞ്ഞ ചെലവിൽ 100-ലധികം തൂക്കുപാലങ്ങൾ നിർമ്മിച്ചു. കർണാടക, കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ പാലങ്ങളുണ്ട്. ഈ സാമൂഹിക സേവനത്തിന് 2017 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. തായ്ലൻഡിലെ പട്ടായയിൽ നടന്ന അണ്ടർ-15, അണ്ടർ-20 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആകെ 41 മെഡലുകൾ നേടി. അണ്ടർ-20 വിഭാഗത്തിൽ മാത്രം 20 മെഡലുകൾ, 4 സ്വർണം, 7 വെള്ളി, 9 വെങ്കലം. വനിതാ ഗുസ്തിയിൽ ഇന്ത്യ ചൈനയ്ക്ക് പിന്നിൽ 2-ാം സ്ഥാനത്തെത്തി. ജൂൺ 27 മുതൽ ജൂലൈ 5 വരെയായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യ നേതൃത്വം നൽകുന്ന ഗ്ലോബൽ ബയോഫ്യൂവൽസ് അലയൻസ് ആദ്യ 15 ഗവേഷക ഫെലോകളെ തിരഞ്ഞെടുത്തു. ഇവരിൽ 2 പേർ ഇന്ത്യയിൽ നിന്നാണ്, തെറിയിലെ രുചി അഗർവാളും ടി ഡൽഹിയിലെ അഭിഷേക് സാഹുവും. 32 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ്. ഓരോ ഫെലോയ്ക്കും $15,000 വരെ ഗവേഷണ ഗ്രാന്റ് ലഭിക്കും. ബയോ ഇന്ധന മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. നേപ്പാളിലെ ലളിത്പൂരിലുള്ള ജ്യേഷ്ഠവർണ്ണ മഹാവിഹാറിന് 2025 യുനെസ്കോ ഏഷ്യ പസഫിക് സാംസ്കാരിക പൈതൃക സംരക്ഷണ പുരസ്കാരം അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ചു. 2015 ഭൂകമ്പത്തിൽ തകർന്ന ഈ ചരിത്ര സ്മാരകം ഇന്ത്യൻ സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് പുനർനിർമ്മിച്ചത്. ഇന്ത്യയുടെ ഇൻഡാക് ആയിരുന്നു സാങ്കേതിക ഉപദേശക ഏജൻസി. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സാംസ്കാരിക സഹകരണത്തിന്റെ ഉദാഹരണമാണിത്. പശ്ചിമ ബംഗാൾ സർക്കാർ തേയിലത്തോട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിനായി 313 കോടി 30 ലക്ഷം രൂപയുടെ പ്രധാൻ മന്ത്രി ശ്രമിക് പ്രോത്സാഹൻ യോജന പ്രഖ്യാപിച്ചു. ഉത്തര ബംഗാളിലെ തൊഴിലാളി കുടുംബങ്ങൾക്കാണ് പദ്ധതി. വിദ്യാഭ്യാസത്തിന് 177 കോടിയും ആരോഗ്യത്തിന് 72 കോടിയും വകയിരുത്തി. 63 കോടി രൂപ ചെലവിൽ 321 വിശ്രമ കേന്ദ്രങ്ങളും നിർമ്മിക്കും. ചൈന അതിന്റെ പുതിയ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായ എച്ച്-വൈഡു-ഇ ലോങ് മാർച്ച് 4B റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ചു. 2026 ചൈനയുടെ 47ാമത് ബഹിരാകാശ ദൗത്യമാണിത്. ലോങ് മാർച്ച് റോക്കറ്റ് പരമ്പരയുടെ 654ാമത് വിക്ഷേപണവുമായിരുന്നു ഇത്. ആദ്യ ചോദ്യം. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം ഗിരീഷ് ഭരദ്വാജ്. കുറഞ്ഞ ചെലവിൽ 100-ലധികം തൂക്കുപാലങ്ങൾ നിർമ്മിച്ച പത്മശ്രീ പുരസ്കാര ജേതാവ്. രണ്ടാമത്തെ ചോദ്യം. 2026 അണ്ടർ-15, അണ്ടർ-20 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ചിന്തിക്കൂ. ശരിയുത്തരം തായ്ലൻഡിലെ പട്ടായ. ഇവിടെ ഇന്ത്യ ആകെ 41 മെഡലുകൾ നേടി. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ ധനസഹായത്തോടെ പുനർനിർമ്മിച്ച് 2025 യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ ജ്യേഷ്ഠവർണ്ണ മഹാവിഹാർ ഏത് രാജ്യത്താണ്? ഓർത്തുനോക്കൂ. ശരിയുത്തരം നേപ്പാൾ. ലളിത്പൂരിലുള്ള ഈ സ്മാരകം 2015 ഭൂകമ്പത്തിനു ശേഷമാണ് പുനർനിർമ്മിച്ചത്. ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. ഗിരീഷ് ഭരദ്വാജ്, ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ. 2. പട്ടായ, തായ്ലൻഡ്. 3. നേപ്പാൾ, ജ്യേഷ്ഠവർണ്ണ മഹാവിഹാർ.
ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. ജൂലൈ 18-ലെ LGS ബെവ്കോ LDC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തുളസി പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ. 34 തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനത്തിന് ഓഗസ്റ്റ് 5 വരെ അപേക്ഷിക്കാം. ഓഗസ്റ്റ് 1-ലെ 10ാം ലെവൽ പ്രിലിംസിന്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ പ്രത്യേക വീഡിയോ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.